മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ചാണ് വനം പരിസ്ഥിതി മന്ത്രാലയം വിജ്ഞാപനം തയ്യാറാക്കിയത്. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളാണ് കൂടുതൽ പരിഗണിച്ചിരിക്കുന്നത്. ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങൾക്ക് നിയമം ബാധകമല്ല. രണ്ട് കമ്മിറ്റികൾ തമ്മിലുള്ള പ്രധാന അഭിപ്രായ വ്യത്യാസം ഇതായിരുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം 37% പശ്ചിമഘട്ട പ്രദേശം 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന്റെ കീഴിൽ വരും. ഇത് 60,000 ചതുരശ്ര കിലോമീറ്ററാണ്. ഇവിടങ്ങളിൽ പാറമടകൾ, ഖനനം, ജലവൈദ്യുത പദ്ധതി, ടൗൺഷിപ്പുകൾ എന്നിവ പൂർണ്ണമായും നിരോധിച്ചു. കാറ്റാടിപ്പാടങ്ങൾ അനുവദിക്കും. മറ്റു പ്രദേശങ്ങളിൽ ഗ്രാമസഭകളുടെ അനുമതിയുണ്ടെങ്കിൽ മാത്രമേ പദ്ധതികൾ നടപ്പിലാക്കാനാവൂ. ഗ്രാമസഭകൾ കൃത്യമായ പഠനത്തിനും പരിശോധനകൾക്കും ശേഷം പദ്ധതികൾക്ക് അനുമതി നൽകണം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ജയന്തി നടരാജൻ 3 മാനദണ്ഡങ്ങൾ പ്രകാരമാണ് അതീവ പരിസ്ഥിതി ലോല പ്രദേശത്തെ നിർണയിച്ചത്. ജൈവവൈവിധ്യം, വനത്തിന്റെ സ്വാഭാവിക അവസ്ഥ, പ്രദേശത്തെ ജനസാന്ദ്രത. ഇവിടങ്ങളിൽ ഖനനം, ജലവൈദ്യുത പദ്ധതി, ചുവപ്പ് പട്ടികയിലുള്ള വ്യവസായങ്ങൾ എന്നിവ തുടങ്ങാൻ പാടില്ല. ആതിരപ്പള്ളി, ഗാന്ഡിയ പദ്ധതികൾ ഇപ്പോൾ പരിഗണിക്കില്ല. സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷമായിരിക്കും തീരുമാനം. പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കാൻ നേരത്തെ ഹരിത ട്രിബ്യൂണൽ കേന്ദ്ര സർക്കാരിന് അന്ത്യശാസനം നൽകി.